ഒമാനിലെ ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി ബോർഡ് ചെയർമാൻ സുൽത്താൻ ബിൻ സാലിം അൽ ഹബ്സിയാണ് വിനോദസഞ്ചാരികൾക്കെല്ലാം അടിയന്തര ചികിത്സാ സൗകര്യം നൽകാൻ നിർദ്ദേശിച്ചത്. സന്ദർശകർക്ക് ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഇതുവഴിയാകും സഹായം ലഭ്യമാക്കുക. ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിന് 3 വർഷ കാലാവധിയുള്ള കമ്മിറ്റി രൂപീകരിക്കും. ചികിത്സയ്ക്കായുള്ള അപേക്ഷകൾ കമ്മിറ്റി പഠിച്ച ശേഷം രേഖകൾ പരിശോധിച്ച് ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കൈമാറും. അപേക്ഷകരുടെ മുൻഗണനയനുസരിച്ചാകും സഹായ വിതരണം. സന്ദർശക വിസ കോപ്പി, ആശുപത്രി സേവനം ആവശ്യമാണെന്ന് തെളിയിക്കുന്ന ആരോഗ്യസ്ഥിതി വ്യക്തമാക്കുന്ന തെളിവുകൾ, അടിയന്തര ചികിത്സാ ചെലവുകൾ നൽകാൻ സന്ദർശകന് കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. പരമാവധി 5000 റിയാൽ ആയിരിക്കും സഹായമായി ലഭിക്കുക. അപേക്ഷകർക്ക് എത്ര പണം നൽകണമെന്ന കാര്യത്തിൽ കമ്മിറ്റി അന്തിമ തീരുമാനമെടുക്കും. ഒമാനിൽ 3 മാസത്തിൽ താഴെ താമസിക്കുന്ന GCC പൗരന്മാർ, ഒമാൻ സന്ദർശിക്കുന്ന പ്രത്യേക പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾ, ഔദ്യോഗിക സ്ഥാപനങ്ങൾ മുഖേന ക്ഷണിക്കപ്പെട്ട കായിക സാംസ്കാരിക ക്ലബ്ബുകളുടെ പ്രതിനിധികൾ എന്നിവർക്ക് സൗജന്യ ചികിത്സാ സഹായം ലഭിക്കില്ല. ഇൻഷുറൻസ് കവറേജിന്റെ കാലാവധി തീർന്നുപോയാലും മതിയായ രേഖകളില്ലെങ്കിലും കമ്മിറ്റി വഴി പരിഹാരത്തിന് ശ്രമിക്കാം. മതിയായ പണം ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ടായാൽ കമ്മിറ്റിയുടെ സഹായ വിതരണം നിർത്തിവെക്കാമെന്നും ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.